Once again, all of you welcome. In this video, we are solving a question which was asked for 5th semester BCom degree examination of University of Calicut in November 2017. And you know that is an essay question. As it is an essay question, that is for 15 marks, right? ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് യു ക്യാൻ പ്രിപ്പയർ ബൈ യൂസിങ് ഡയറക്റ്റ് മെത്തേഡ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ്. നമുക്ക് തന്ന ഡീറ്റെയിൽസ് വെച്ച് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതർവൈസ് ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ മൂവ് ടു ദി ക്വസ്റ്റ്യൻ നൗ. ഹിയർ യു ആർ ഗിവൺ വിത്ത് ദി ബാലൻസ് ഷീറ്റ്സ് ഓഫ് 2 years മിസ്റ്റർ വില്യം അല്ലേ. അപ്പോൾ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് ഇത് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദർ ആർ 3 types ഓഫ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ലാസ്റ്റ്ലി ക്യാഷ് ഫ്ലോസ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. അതാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വാട്ട് ഈസ് the operating profit that we have to calculate. ഇൻഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോൾ ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ആദ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ഹിയർ ഇൻ യുവർ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നോൺ ഓപ്പറേറ്റിംഗ്, അതുപോലെ തന്നെ നോൺ ക്യാഷ് ഐറ്റംസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നോൺ ക്യാഷ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഇഫ് വി ക്രെഡിറ്റഡ് ടു അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദാറ്റ് ഈസ് ടു ബി ഡിഡക്റ്റഡ്. അപ്പോൾ അത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഇവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ അകത്തുള്ള ഇൻക്രീസ് ഓർ ഡിക്രീസ് ദാറ്റ് വി ഹാവ് ടു അഡ്ജസ്റ്റ് ഇൻ ദി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡിങ് ക്യാഷ് ആണ്. കറണ്ട് അസറ്റ്സ് ആർ ടു ബി അഡ്ജസ്റ്റഡ് ദർ ഇറ്റ് സെൽഫ്. അത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആവാനുള്ള റീസൺ എന്താണ്, ഡയറക്റ്റ്ലി നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ, ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എത്രയുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് ആവാനുള്ള റീസൺ. ഇനി വൈ വി ആർ പ്രിപ്പയറിംഗ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അത് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് വി ക്യാൻ മൂവ് ടു ദി ക്വസ്റ്റ്യൻ നൗ, റൈറ്റ്? സോ വൈ ലുക്കിംഗ് ഇൻ ടു ദി ബാലൻസ് ഷീറ്റ്, യു നോ capital for the 2 years are given 5 lakhs and 6,12,000. 2002 and 3 ആണ് തന്ന ബാലൻസ് ഷീറ്റ്സ്. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ് 1,60,000 and 1,76,000. മിസ്സിസ് ഡബ്ല്യൂസ് ലോൺ അത് 2002 മാത്രമേ ഉള്ളൂ. 3 ആയപ്പോഴേക്ക് കംപ്ലീറ്റ് പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, 1 lakh rupees. ലോൺ ഫ്രം ബാങ്ക് 1,60,000 and 2 lakhs. So while moving into the asset side, land and buildings 3 lakhs and 4,40,000. Plant and machinery 3,20,000 and 2,20,000. Stock 1,40,000 and 1 lakh. Sundry debtors 1,20,000, 2 lakhs. Cash 40,000 and 28,000. The total of the balance sheet are 9,20,000 and 9,88,000. You are given with an additional information. എന്താണത്? എ മെഷീൻ കോസ്റ്റിംഗ് ₹40,000. ഇൻ ബ്രാക്കറ്റ്സ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഓഫ് ₹12,000 വാസ് ചാർജ്ഡ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഓഫ് ദാറ്റ് മെഷീനറി. ദാറ്റ് അസറ്റ് വാസ് സോൾഡ് ഫോർ ₹20,000. ദാറ്റ് ഈസ് ക്ലിയർ ടു യു നോ. അസറ്റ് മെഷീൻ കോസ്റ്റിംഗ് 40,000, depreciation on which was charged ₹12,000 and that is sold for 20,000. The provision for depreciation on 31st December 2002 was ₹1 lakh and 31st December 2003 ₹1,60,000. Net profit for the year 2003 was ₹1,80,000. So from this information we have to prepare a cash flow statement. Cash flow statement നമ്മൾ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതും കൂടെ നോക്കിയിട്ട് നമുക്ക് പ്രിപ്പറേഷനിലേക്ക് മൂവ് ചെയ്യാം.
ഇപ്പോൾ നിങ്ങൾക്ക് ഈ തന്ന ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. 2002 40,000 ആണ്, 2003 ദാറ്റ് ഈസ് 28,000. അപ്പോൾ ആ 40,000 ക്യാഷ് ബാലൻസ് ഉള്ളത് 20,000 ആയതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഓർഗനൈസേഷൻ്റെ അകത്ത് നടന്നതിന് ശേഷമാണ് 20,000 ക്യാഷ് ബാലൻസ് 40,000 ക്യാഷ് ബാലൻസ് 28,000 ആയിട്ട് റെഡ്യൂസ്ഡ് ആയത്. അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. So what are the transactions that happened to that happened in the organization which made that 40,000 cash balance into 28,000? Closing balance of cash is 28,000. So what kinds of transactions? അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണോ, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞിട്ടാണ് അത് അങ്ങനെ ആയത്? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷനിൽ തന്നിട്ടുണ്ട്. മെഷീൻ വാസ് സോൾഡ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ദേ ആർ കീപ്പിംഗ് സെപ്പറേറ്റ് അല്ലേ. അപ്പോൾ ഇഫ് the balance sheet of or if the statements contain the statement of a particular organization contain provision for depreciation or accumulated depreciation account, means that the organization is keeping their fixed asset account on original cost basis. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ല അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് എ പെർട്ടിക്കുലർ ഫിക്സഡ് അസറ്റ് അപ്പോൾ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്ന് കൺസേൺഡ് അസറ്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അപ്പോഴേ എൻട്രി പാസ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പക്ഷേ നമ്മളുടെ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം അക്കൗണ്ട് കാണുന്നില്ല, പക്ഷേ അഡീഷണൽ ഇൻഫോർമേഷനിലാണ് തന്നത്. സോ വി ഹാവ് ടു മേക്ക് സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് വിത്ത് ദാറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആകെ ഈ ഒരു ഐറ്റമാണ് മെയിൻ ആയിട്ടുള്ളത്. ആ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ദേ ആർ കീപ്പിംഗ് സെപ്പറേറ്റ്ലി ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ അഡീഷണൽ ഇൻഫോർമേഷൻ. സോ എന്തൊക്കെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് വെച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ട്, പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ആകെ 2 ഫിക്സഡ് അസറ്റ്സേ ഉള്ളൂ. ഇവിടെ ഡിപ്രിസിയേഷൻ പറഞ്ഞതൊക്കെ മെഷീനറീനെ കുറിച്ചായതുകൊണ്ട് തന്നെ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നതും നമ്മളെ പ്ലാന്റ് ആൻഡ് മെഷീനറീൻ്റെതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അസംഷൻ. പ്ലാന്റ് ആൻഡ് മെഷീനറി 3,20,000 2,20,000 അതാണ് 2 വർഷത്തെ ബാലൻസസ് നിങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ പ്രിപ്പയറിംഗ് plant and machinery account, then provision for depreciation account. These 2 accounts that we have to prepare, then only we could know what are the transactions that happened in the organization, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഹിഡൻ ഐറ്റംസ് എന്നുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് എൻട്രി ചെയ്യാന്നുള്ളത് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി നിങ്ങൾ നോക്കി. ഇനി നമ്മളത് അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ടിൽ ആദ്യം എൻട്രി ചെയ്യണം. അത് എൻട്രി ചെയ്യുമ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എൻട്രി ചെയ്യാൻ. അത് അഡീഷണൽ ഇൻഫോർമേഷനിലാണ് തന്നിട്ടുള്ളത്, അതും കൂടെ ശ്രദ്ധിക്കണം. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ നമുക്ക് തന്നത് അഡീഷണൽ ഇൻഫോർമേഷനിലാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഇല്ല, റൈറ്റ്. അപ്പോൾ മെഷീനറി അക്കൗണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടാണ്. സിംപ്ലി ഐ പുട്ട് മെഷീനറി അക്കൗണ്ട് എനിവേ. ഓപ്പണിംഗ് ബാലൻസ് വാസ് 3,20,000, that you know 3,20,000, but here we enter opening balance 3,20,000 plus the opening balance of provision for depreciation, and we assume that the provision for depreciation that they are keeping for this particular asset, plant and machinery, that is why the total provision is added with plant and machinery. Clear ആയോ? പ്ലാന്റ് ആൻഡ് മെഷീനറി 3,20,000 ആണ് ഓപ്പണിംഗ് ബാലൻസ്. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 1 lakh rupees, that is added, and together that is 4,20,000, that is the opening balance of machinery account. Likewise, the closing balance of the asset account is 2,20,000. Closing balance of provision is 1,60,000. That is in the additional information. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ the closing balance is 3,80,000.
അപ്പോൾ ഈ 2 ഐറ്റംസും നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണുള്ളത്? ദേ ആർ സെല്ലിങ് എ മെഷീനറി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 40,000 ഈസ് ദ ബുക്ക് വാല്യൂ ഓഫ് ദാറ്റ് അസെറ്റ്, ഗ്രോസ് വാല്യൂ ഓഫ് ദാറ്റ് അസെറ്റ്. അതിൻ്റെ 12,000 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷനൊക്കെ ചാർജ് ചെയ്ത് എത്രയാണ് അതിൻ്റെ ഇപ്പോൾ ഉള്ള വാല്യൂ എന്ന് പറയുന്നത്? 40,000 നിന്ന് 12,000 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയുണ്ട്? 28,000 ഉണ്ട്. 28,000 വാല്യൂ ഉള്ള അസെറ്റ് ദാറ്റ് വി ആർ സെല്ലിങ് ഫോർ ₹20,000. 28,000 വിലയുള്ള ഒരു ഐറ്റം നമ്മൾ 20,000 സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ആർ ഹാവിങ് എ ലോസ് ഓഫ് ₹8,000. അപ്പോൾ ആ ട്രാൻസാക്ഷനും കൂടെ നമ്മൾ അവിടെ എൻ്റർ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തും കൂടെ പ്രിപ്പയർ ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഹിയർ ദർ ഈസ് എ ലോസ് 8,000 കിട്ടിയല്ലോ. അതെങ്ങനെയാണെന്നുള്ളത് 40,000 ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് അസെറ്റ്, ഗ്രോസ് വാല്യൂ 12,000 ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ 28,000 ഉണ്ടാവുമായിരുന്നു. ദാറ്റ് ഈസ് സോൾഡ് ഫോർ 20,000 മീൻസ് 8,000 യു ആർ ഹാവിങ് എ ലോസ് അല്ലേ. ഇനി അതിൻ്റെ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തത് 12,000 റുപ്പീസ് ആണ്. സോ ദാറ്റ് ഡിപ്രീസിയേഷൻ ഈസ് എൻറ്റേർഡ് ഹിയർ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെയിലിൻ്റെ സമയത്താണ് ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുക. അസറ്റിൻ്റെ വാല്യൂ നമ്മൾ എപ്പോഴും ഗ്രോസ് വാല്യൂ ആയിട്ടാണ് കീപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് ഷീറ്റിൽ തന്നത് നെറ്റ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ പ്രൊവിഷനെ ആഡ് ബാക്ക് ചെയ്തത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസിൻ്റെ കൂടെ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 12,000 നമ്മളിവിടെ എൻറ്റർ ചെയ്തു. ജേണൽ എൻട്രി നിങ്ങൾക്കറിയാം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ബൈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 12,000. നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് അക്കൗണ്ട് വിൽ ബി ക്ലോസ്ഡ്. ക്ലിയർ നോ? ഓക്കെ, ഇനി നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നോക്കാം. പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് നമ്മൾ എഴുതി. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ ലയബിലിറ്റി. സോ ദ ഓപ്പണിംഗ് ബാലൻസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് അല്ലേ, 1 lakh rupees. ക്ലോസിംഗ് ബാലൻസ് 1,60,000. ബോത്ത് വി എൻറ്റേർഡ്. നമ്മൾ എന്ത് ചെയ്യും? മെഷീനറി സെല്ല് ചെയ്യുമ്പോൾ ഉള്ള പ്രൊവിഷനെ നമ്മൾ മെഷീനറി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ജേണൽ എൻട്രിയും കൂടെ ഇവിടെ നമ്മൾ എൻറ്റർ ചെയ്തു. ടു മെഷീനറി അക്കൗണ്ട് 12,000. ജേണൽ എൻട്രി നിങ്ങൾക്കറിയാം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി 12,000. Then while we balance the account, we are having a balancing figure of ₹72,000 on the credit side. ആ 72,000 എന്താണ്? ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ ക്രിയേറ്റഡ് ഡ്യൂറിങ് ദിസ് ഇയർ. അപ്പോൾ അതാണ് നമ്മളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറീൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അതേപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ആ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ടാകും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ദാറ്റ് ബി ഡെബിറ്റഡ് ടു അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ദാറ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം അവർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ നോൺ ക്യാഷ് ഐറ്റം. ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ഒന്നുമില്ല. ദാറ്റ് ഈസ് എ നോൺ ക്യാഷ് ഐറ്റം. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അതിനെ ആഡ് ബാക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതും കൂടെ അവിടെ മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ എന്ത് നോക്കാം? നെക്സ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത്? ദർ ആർ സം ഹിഡൻ ഇൻഫോർമേഷൻ. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊരു കമ്പനി ഫോം ഓഫ് ബിസിനസ് അല്ല എന്നുള്ളത് എന്തായാലും നമുക്ക് ഉറപ്പാണ്. ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ്സ് ഓഫ് മിസ്റ്റർ വില്യം എന്നാണ് പറഞ്ഞത്. മീൻസ് അതൊരു സോൾ ട്രേഡർ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ സംതിങ് ലൈക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് ദാറ്റ് ബി എൻറ്റേർഡ്. ലയബിലിറ്റി ആണല്ലോ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഈസ് ഓൾവേസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്, ഹാവിങ് എ ക്രെഡിറ്റ് ബാലൻസ്. ലയബിലിറ്റീസ് ആർ ഹാവിങ് എ ക്രെഡിറ്റ് ബാലൻസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തു 5 lakhs. ക്ലോസിംഗ് ബാലൻസ് 6,12,000. രണ്ടും ബാലൻസ് ഷീറ്റിൽ തന്ന ഫിഗേഴ്സാണ്, വേറെ ഒന്നും ചെയ്തില്ല. ഓക്കെ, പിന്നെന്തുണ്ട്? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2003 വാസ് 1,80,000.
ദാറ്റ് 1,80,000 ഈസ് ആഡഡ് ടു ദി ക്യാപിറ്റൽ. അത് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ ഒരു ഐറ്റം തന്നിട്ടില്ല, അഡീഷണൽ ഇൻഫോർമേഷനിലാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ 1,80,000 ക്യാപിറ്റലാണ്, ആക്ച്വലി അത് ഓണർക്കുള്ളതാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അതും കൂടെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യും ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 1,80,000 പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ. എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കുക. സോ ഡെബിറ്റ് സൈഡിൽ ദർ ഈസ് എ ബാലൻസിങ് ഫിഗർ ഓഫ് ₹68,000. ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നാൽ ദാറ്റ് വി അസ്യൂം ദാറ്റ് ഈസ് ദ വിഡ്രോവൽ ഓഫ് ദി പ്രൊപ്രൈറ്റർ, വിഡ്രോവൽ ഓഫ് ദി ഓണർ. അപ്പോൾ ഇവിടെ നമ്മൾ ജേർണൽ എൻട്രി എന്തായിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ആണെന്ന് അറിയാം. ഡ്രോയിങ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിവിടെ that is treated as 68,000 is the balancing figure, that is the drawings of Mr. William. The journal entry is to cash that we enter in the capital account. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ now we can move to the preparation of a cash flow statement by using indirect method. ഇപ്പോൾ നമുക്ക് നെസസറി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക 3 ഹെഡ്സിലാണ്, 3 ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണെന്ന് പറഞ്ഞു. ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ഫസ്റ്റ് അല്ലേ. അപ്പോൾ ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണം. അതിന് നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നോൺ ഫണ്ട് അതുപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. നോൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ നോൺ ക്യാഷ് ഐറ്റംസ്, ക്യാഷ് പേയ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യാത്ത എക്സ്പെൻസസ്. ഓപ്പറേഷനായിട്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ കാൽക്കുലേഷൻ ഓഫ് അവർ fund from operation. And if you have any doubts in that, you can go for you can refer the videos on fund from operation computation, right. അപ്പോൾ ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഓർ സിംപ്ലി ദാറ്റ് ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദി അഡീഷണൽ ഇൻഫർമേഷൻ 1,80,000 ദാറ്റ് വി റൈറ്റ്. പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ദാറ്റ് വി ഡെബിറ്റഡ് ടു അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 8,000 rupees. അതെന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓർഗനൈസേഷൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് മെഷീനറി സെല് ചെയ്യലല്ല. അപ്പോൾ മെഷീനറി വിൽക്കുമ്പോൾ വന്ന ലോസ് എന്താണ്, ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ, നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളുടെ പ്രോഫിറ്റ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. ദാറ്റ് വി ഹാവ് ടു ആഡ് ബാക്ക് 8,000. പിന്നെ വേറൊരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുള്ള ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഡെപ്രിസിയേഷൻ പ്രൊവിഷൻ. നമ്മൾ പ്രൊവിഷൻ ഫോർ ഡെപ്രിസിയേഷൻ അക്കൗണ്ടിൽ കിട്ടിയ ബാലൻസിങ് ഫിഗർ 72,000. ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ ക്രിയേറ്റഡ് ഡ്യൂറിങ് ദിസ് ഇയർ. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ എന്തായാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എ നോൺ ഫണ്ട് ഐറ്റം, നോൺ ക്യാഷ് ഐറ്റം, ദാറ്റ് ഓൾസോ വി ആഡ് ബാക്ക്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാനുള്ളൂ, ഡിഡക്റ്റ് ചെയ്യാനൊന്നും വേറെ ഒന്നുമില്ല. ഇപ്പോൾ 2,60,000 കിട്ടി. അതാണെന്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇനി നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിനെ അഡ്ജസ്റ്റ് ചെയ്യണം. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ കറണ്ട് അസെറ്റ്സ്, ഡിക്രീസ് ഇൻ കറണ്ട് അസെറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ റൂൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് യു റിമെമ്പർ ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ആ റൂൾ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാണ്. എന്താണ്, ഇൻക്രീസ് ഇൻ കറണ്ട് അസെറ്റ്സ് ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ക്യാഷ്. കറണ്ട് അസെറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാഷ് ഡിക്രീസ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റഡ് ഫ്രം ദിസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഡിക്രീസ് ഇൻ കറണ്ട് അസെറ്റ്സ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ക്യാഷ്. ഇവിടെ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിങ് ക്യാഷ് ആണ്. എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉള്ള എക്സാമ്പിൾ നോക്കാം. എനിവേ, അതേപോലെ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ക്യാഷ് ആഡഡ് ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ക്യാഷ് ഡിഡക്റ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയാണ് റൂൾസ്. ഇനി നമ്മൾ ഓരോ ഐറ്റം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. എനിവേ, വി ക്യാൻ ഗോ ബാക്ക് ടു അവർ ബാലൻസ് ഷീറ്റ് നൗ. ഏതൊക്കെയാണ് കറണ്ട് അസെറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ് ഉള്ളത് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ കറണ്ട് അസെറ്റ്സ് നോക്കാം. ആദ്യം സ്റ്റോക്ക്, സൺട്രി ഡെറ്റേഴ്സ്, എക്സ്ക്ലൂഡിങ് ക്യാഷ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞു. ഇൻക്രീസ് ഇൻ കറണ്ട് അസെറ്റ്സ്, ഡിക്രീസ് ഇൻ കറണ്ട് അസെറ്റ്സ് എന്നൊക്കെ പറഞ്ഞെടുത്ത് എക്സ്ക്ലൂഡിങ് ക്യാഷ് ആണ്. അപ്പോൾ 2 കറണ്ട് അസെറ്റ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റോക്കാണ്, ഒന്ന് സൺട്രി ഡെറ്റേഴ്സ് ആണ്. അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് നോക്കുമ്പോൾ
ഒന്നുള്ളത് മിസ്സിസ് ഡബ്ല്യൂസ് ലോൺ ആൻഡ് ലോൺ ഫ്രം ബാങ്ക് അല്ലേ. അപ്പോൾ ആകെ നമുക്ക് 4 ഐറ്റംസേ ഉള്ളൂ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കറണ്ട് ലയബിലിറ്റീൻ്റെ കേസ് ആദ്യം ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ മിസ്സിസ് ഡബ്ല്യൂസ് ലോൺ നോക്കാം നമുക്ക്. മിസ്സിസ് ഡബ്ല്യൂസ് ലോൺ 2002 അത് 1 lakh rupees 2003 വരുമ്പോൾ ഇല്ല എന്ന് വെച്ചാൽ 2003 ആയപ്പോഴേക്കും അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പേയ്മെൻറ്റ് നടത്തിയതാണ് അല്ലേ. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ക്യാഷ്. നിങ്ങൾ 1 lakh rupees പേയ്മെൻറ്റ് നടത്തിയതുകൊണ്ടാണ് 2003 ഒന്നും കാണാത്തത്, 0 ആയിട്ട് കിടക്കുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്, 1 lakh നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളുടെ ക്യാഷിൻ്റെ അകത്തുനിന്ന് 1 lakh പോയിട്ടുണ്ടാവും. സോ ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ക്യാഷ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതേപോലെ ലോൺ ഫ്രം ബാങ്ക് നോക്കാം. 1,60,000 ഈസ് റേസ്ഡ് ടു 2 lakhs. ആദ്യം ഉണ്ടായിരുന്നത് 1,60,000 ആയിരുന്നു ലോൺ, ഈ വർഷം അത് 2 lakhs ആണെന്ന് പറഞ്ഞാൽ അഡീഷണൽ 40,000 ലോൺ ഫ്രം ബാങ്ക് യു റേസ്ഡ് അല്ലേ. അപ്പോൾ 40,000 നിങ്ങൾ ലോൺ റേസ് ചെയ്യുമ്പോൾ 40,000 ഈസ് ദർ ഇൻ യുവർ ക്യാഷ് ബാലൻസ് ഓൾസോ. മനസ്സിലാവുണ്ടോ. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ക്യാഷ് അല്ലേ. ക്ലിയർ ആയോ. അപ്പോൾ അത് സംഭവം ഓക്കെയാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ യുവർ ക്യാഷ് ഓൾസോ. That is why that is added to the operating profit. ഇതിലിപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ളൊരു ലയബിലിറ്റിയും കൂടെ ഉണ്ട്. അത് ഞാൻ നേരത്തെ നോക്കുമ്പോൾ ഞാൻ വിട്ടുപോയതാണ്. എനിവേ സൺട്രി ക്രെഡിറ്റേഴ്സും കൂടെ നോക്കാം. 1,60,000 ഈസ് റേസ്ഡ് ടു 1,76,000. കറണ്ട് ലയബിലിറ്റി നിങ്ങളുടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ആകുമ്പോൾ എന്താണ്, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ക്യാഷ്. നിങ്ങൾ ക്രെഡിറ്റിനാണ് പിന്നെ അഡീഷണൽ എത്രയാണ് പർച്ചേസ് ചെയ്തത്, 16,000. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയില്ല. അപ്പോൾ 16,000 അധികം ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ 16,000 നിങ്ങൾ ക്യാഷ് കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ കൊടുത്തിട്ടില്ല, നിങ്ങളുടെ ക്രെഡിറ്റേഴ്സായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ക്യാഷിൻ്റെ അകത്ത് 16,000 നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവും കൊടുക്കാതെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ അത് ആഡ് ചെയ്യണം. ഇനി ആസറ്റ് സൈഡ് നോക്കുമ്പോൾ സ്റ്റോക്ക് 1,40,000 ഉള്ളത് 1 lakh ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ക്യാഷ്. നിങ്ങളുടെ സ്റ്റോക്ക് 1,40,000 ഉള്ളത് 1 lakh ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 40,000 സ്റ്റോക്ക് നിങ്ങൾ സെൽ ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. 40,000 ക്യാഷ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ആഡഡ്. സൺട്രി ഡെറ്റേഴ്സ് നോക്കാം. 1,20,000 ഈസ് ചേഞ്ച്ഡ് ടു 2 lakhs. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ക്യാഷ്. 1,20,000 80,000 അധികം നിങ്ങൾ ഗുഡ്സ് സെൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല. ദാറ്റ് ഈസ് ഡെറ്റേഴ്സ് നൗ 2 lakhs ആയിട്ട് മാറി നിങ്ങളുടെ 1,20,000. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ഇറ്റ്. Increase in creditors 16,000 is added. Loan from bank 40,000 added. ഇത് രണ്ടും എന്താണ്, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആണ്. ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ക്യാഷ് ആഡഡ്. അതേപോലെ തന്നെ ഡിക്രീസ് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണ്, ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ക്യാഷ്, ദാറ്റ് ഈസ് ഓൾസോ ആഡഡ്. അപ്പോൾ ആഡ് ചെയ്യേണ്ട 3 നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിഡക്റ്റ് ചെയ്യാനുള്ളത് ഒന്ന് ഡബ്ല്യൂസ് ലോൺ ആണ്. ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ക്യാഷ്. അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്, ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ക്യാഷ്. അത് രണ്ടും നമ്മൾ ഡിഡക്റ്റ് ചെയ്യാനുള്ളതാണ്. രണ്ടും ഡിഡക്റ്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. അതിനെ നമ്മൾ നെഗറ്റീവ് ഫിഗർ ആകുമ്പോൾ ദാറ്റ് ഈസ് പുട്ട് ഇൻ ബ്രാക്കറ്റ്സ്. ദാറ്റ് ഈസ് വൈ 1,80,000 ഈസ് ഇൻ ബ്രാക്കറ്റ്സ്. ഇനി നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന 2,60,000 കൂടെ ഈ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻകം ടാക്സ് പെയ്ഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ കിട്ടിയ റിസൾട്ടിംഗ് ഫിഗർ ഈസ് 1,76,000. ദാറ്റ് ഈസ്
the net cash flow from operating activities. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഡയറക്റ്റ് മെത്തേഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ സെയിൽസ്, പർച്ചേസ് ഇതൊക്കെ ഡയറക്റ്റ്ലി നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഓപ്പറേറ്റിംഗ് റെസീപ്റ്റ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് പേയ്മെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുമായിരുന്നു. ഇവിടെ പക്ഷേ അത് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്തത്. ഇപ്പോൾ 1,76,000 ഈസ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കണം, അതുപോലെ തന്നെ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് നോക്കണം. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ്, സെയിൽ, അതുപോലെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പർച്ചേസ്, സെയിലൊക്കെയാണ് വരിക. ഫൈനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ക്യാപിറ്റലിൻ്റെ അകത്ത് വരുത്തുന്ന ചേഞ്ചസ്, അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കോമ്പോസിഷൻ അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ അകത്ത് വരുന്ന ചേഞ്ചസ്, അതുപോലെ ഷോർട്ട് ടേം ലോങ് ടേം ബൊറോയിങ്സ് ആണ് ഇവിടെ വരിക, ഫൈനാൻസിങ് ആക്ടിവിറ്റീൻ്റെ അകത്ത് വരിക. അതൊക്കെ നമ്മുടെ വീഡിയോസ് നേരത്തെ നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്പെസിമെൻ അതുപോലെ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഒന്നും കൂടെ വാച്ച് ചെയ്യുക, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ 1,76,000 ഇൻ ദ ഔട്ടർ കോളം, ദാറ്റ് ഈസ് ദർ. ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നതിൽ സെയിൽ ഓഫ് മെഷീനറി 20,000 റുപ്പീസിന് നമ്മൾ മെഷീനറി സെൽ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ക്യാഷ് ഈസ് കമ്മിങ് ഇൻ ടു ദി ബിസിനസ്. അപ്പോൾ നമുക്ക് എന്താണ് അത്? ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ് 20,000. അതുപോലെ നമ്മൾ ലാൻഡിൻ്റെ വാല്യൂ, ലാൻഡ് ആൻഡ് ബിൽഡിങ്സിൻ്റെ വാല്യൂ നോക്കുമ്പോൾ 3 lakhs and 4,40,000 ആണ്. 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ. അപ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ ദാറ്റ് 1,40,000 അഡീഷണൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനിയല്ല ബിസിനസ് അക്വയർ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? 1,40,000 ഈസ് എ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്. ദാറ്റ് ഈസ് ക്യാഷ് ഔട്ട്ഫ്ലോ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് പുട്ട് ഇൻ ബ്രാക്കറ്റ്സ്. ഔട്ട്ഫ്ലോസിന് നമ്മൾ ബ്രാക്കറ്റ്സിൽ കൊടുത്തത്. ആ സെക്ഷനിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ആകെ ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 1,20,000 നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ബിക്കോസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഫോർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം, റൈറ്റ്? അപ്പോൾ 1,20,000 ഈസ് ഓൾസോ ഔട്ട്ഫ്ലോ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് അഗെയിൻ പുട്ട് ഇൻ ബ്രാക്കറ്റ്സ്, ദാറ്റ് ഈസ് ഷോൺ ഇൻ ദി ഔട്ടർ കോളം. ഇനി തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോസ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. അവിടെ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ദർ ഈസ് ഡ്രോയിങ്സ്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ അകത്ത് ചേഞ്ചസ് വരുന്നതൊക്കെ എന്താണ്? ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഡ്രോയിങ്സ് ഓഫ് 68,000 ഈസ് എ ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻ ഫൈനാൻസിങ് ആക്ടിവിറ്റി. അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എന്തില്ല, അല്ലെങ്കിൽ ലോങ് ടേം ലോൺ റേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ, എന്ത്? ഫൈനാൻസിങ് ആക്ടിവിറ്റി. ദാറ്റ് ഈസ് ഓൾസോ ഔട്ട്ഫ്ലോ, ദാറ്റ് ഈസ് വൈ ദാറ്റ് ഈസ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി ഷോൺ ഇൻ ദി ഔട്ടർ കോളം. ഇനി നമ്മൾ 3 ക്യാഷ് ഫ്ലോസ് പറഞ്ഞു. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ യു ഹാവ് ഇൻഫ്ലോ 1,76,000. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ യു ഹാവ് ഔട്ട്ഫ്ലോ 1,20,000, 68,000 ഔട്ട്ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഈ 3ഉം കൂടെ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ഇഫക്റ്റ് കിട്ടുന്നത് 12,000 റുപ്പീസ്. ദാറ്റ് 12,000 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ ആൻ ഔട്ട്ഫ്ലോ. എന്താണ്? ഐ ഫോർഗോ ടു പുട്ട് ബ്രാക്കറ്റ്സ്. 12,000 ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോയതാണ്, സോറി ഫോർ ദാറ്റ്. അത് പോസിറ്റീവ് ഫിഗർ അല്ല, അല്ലെങ്കിൽ അത് ഇൻഫ്ലോ അല്ല, ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ 1,76,000 മൈനസ് 1,20,000, 1,20,000 കൂടെ 68,000, അതായത് ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയുണ്ട്? 1,20,000 പ്ലസ് 68,000, രണ്ടും ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. ടോട്ടൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 1,88,000. ടോട്ടൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് ആകെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് മാത്രമേ ഇൻഫ്ലോ ഉള്ളൂ, അത് 1,76,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 12,000 എന്ന് പറയുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് 12,000 റുപ്പീസ് ക്യാഷ് കുറവാണ്. നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് റുപ്പീസ് 12,000. 12,000 ബ്രാക്കറ്റ് ഇടണം. സോറി, അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദാറ്റ് 12,000 ഈസ് ഓൾസോ പുട്ട് ഇൻ ബ്രാക്കറ്റ്സ്, റൈറ്റ്? അതിൻ്റെ കൂടെ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് 40,000 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. Closing balance of cash balance in our balance sheet is rupees 28,000. അപ്പോൾ 40,000 minus 12,000
12,000 is outflow. Again I am repeating, our 12,000 is, you have to put in, you have to write in brackets, that is outflow. എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ 3 ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ഐ പുട്ട് ബ്രാക്കറ്റ്സ് ദർ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് എന്ന് പറയാനൊന്നുമില്ല. ക്യാഷ് അറ്റ് ദ ബിഗിനിങ്, ക്യാഷ് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലുള്ള 2002 ക്യാഷ് ബാലൻസ് 40,000 ആണ്. അതവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ -12,000 കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് 2003 ക്യാഷ് ബാലൻസ് 28,000 നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ യുവർ പ്രോബ്ലം ഈസ് റൈറ്റ്. യു ഗോട്ട് 15 marks ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സോ അത്രയേ ഉള്ളൂ. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു യു. എനിവേ ദർ ഈസ് എന്താണ്, ദിസ് വാസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. അത്ര ലോട്ട്സ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്ത് ചെയ്യുക, പ്രോബ്ലം റിപ്പീറ്റ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് തറോ ആക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ.